ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ലാഡർ ഫ്രിക്ഷൻ്റെ മറ്റൊരു പ്രോബ്ലമാണ്. നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വായിക്കാം. എ യൂണിഫോം ലാഡർ 6 meter long weighing 300 Newton is resting against a wall with which it makes 30 degree. A man weighing 750 Newton climbs up the ladder. At what position along the ladder from the bottom end does the ladder slips? The coefficient of friction for both the wall and the ground with the ladder is 0.2. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഒരു യൂണിഫോം ലാഡർ ഉണ്ട്. ആ ലാഡർ ഒരു വോളുമായിട്ട് ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. ആ ലാഡറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 meter എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 6 meter ആണ്. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 6 meter ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് 300 Newton ആണ്. അതിൻ്റെ മിഡിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യാം. 300 Newton ആണ് ഈ ഒരു ലാഡറിൻ്റെ വെയിറ്റ്. അതുപോലെ തന്നെ ഇതൊരു വോളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ വോളുമായിട്ട് ഈ ലാഡർ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട്. ആ ആംഗിളാണ് 30 degree എന്ന് പറയുന്നത്. ഇനി അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ഈ ലാഡറിൽ കൂടി ഇങ്ങനെ കയറി പോവാണ്. ആ മനുഷ്യൻ്റെ വെയിറ്റും പറയുന്നുണ്ട് 750 Newton ആണെന്ന് പറയുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഈ മനുഷ്യൻ ഇങ്ങനെ കയറി പോകുമ്പോൾ ഏതോ ഒരു പോയിന്റിലെത്തുമ്പോൾ ഏത് പോയിൻ്റാണ് നമുക്കറിയത്തില്ല. ഏതോ ഒരു പോയിന്റിലെത്തുമ്പോൾ ഈ ലാഡർ സ്ലിപ്പായി പോകും. അതായത് ഈ ഏണി ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ ഈ മനുഷ്യൻ എത്തുമ്പോഴേക്കും ഈ ഏണി താഴെ വീണ് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ മനുഷ്യൻ ഈ ലാഡറിൻ്റെ ഏതോ ഒരു പോയിന്റ് ഇരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ആ ഒരു ഡിസ്റ്റൻസാണ്, ഏത് ഡിസ്റ്റൻസിലാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് ആ മനുഷ്യനെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിലാണ് ആ മനുഷ്യൻ ഇരിക്കുന്നതെന്ന് അങ്ങ് വിചാരിക്കാം. അതിന് ആ മനുഷ്യൻ്റെ വെയിറ്റ് 750 Newton ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എക്സ് എന്ന് മാർക്ക് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ബോത്ത് ദ വോൾ ആൻഡ് ഗ്രൗണ്ട് വിത്ത് ദ ലാഡർ ഈസ് 0.2. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും തന്നിട്ടുണ്ട്, മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലോറിലെയും വോളിലെയും മ്യൂവിൻ്റെ വാല്യൂ സെയിം ആണ്. ഈ മ്യൂവിൻ്റെ വാല്യൂ 0.2 ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലം ആയാലും ഫ്രിക്ഷൻ്റെ ഏത് പ്രോബ്ലം ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലാഡറിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഇതാണ് നമ്മുടെ ലാഡർ അല്ലേ. ഇനി നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഫസ്റ്റ് എന്താണ് വരയ്ക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ഇതിൻ്റെ വെയിറ്റ് ആണ് അല്ലേ. വെയിറ്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. ക്വസ്റ്റ്യനിൽ യൂണിഫോം ലാഡർ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ യൂണിഫോം ലാഡറിൻ്റെ മിഡിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് വേർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. വെയിറ്റ് 300 Newton ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ മിഡിലാണ് അല്ലേ ആക്ട് ചെയ്യുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് 6 meter ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് 3 ആയിരിക്കും, ഈ ഒരു ഡിസ്റ്റൻസ് 3 ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. 3 meter. ഇനി അടുത്ത എന്താണ്? ഇതിന് കോണ്ടാക്ട് സർഫസ് ഉണ്ടോ നോക്കുക. നമ്മുടെ ലാഡറിന് ഇവിടെ കോണ്ടാക്ട് സർഫസ് ഉണ്ട്, ഇവിടെ ഒരു കോണ്ടാക്ട് സർഫസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്ത് കാണും? അവിടെ ഒരു റിയാക്ഷൻ കാണും. ഇപ്പോൾ 2 പോയിന്റിലും ഓരോ റിയാക്ഷൻ കാണും. റിയാക്ഷൻ എങ്ങനെയായിരിക്കും? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ റിയാക്ഷനെ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഇവിടുത്തെ റിയാക്ഷൻ നമുക്ക് RF എന്ന് മാർക്ക് ചെയ്യാം, ഫ്ലോറിലെ റിയാക്ഷൻ ആയതുകൊണ്ട്. പിന്നെ ഈ റിയാക്ഷൻ നമുക്ക് RW എന്ന് മാർക്ക് ചെയ്യാം. വോളിലെ റിയാക്ഷൻ ആയതുകൊണ്ട് RW എന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ ലാഡറിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ 750 Newton വെയിറ്റ് ഉള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി പോവുകയായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ വെയിറ്റും 750 Newton ആണ് അല്ലേ. അപ്പോൾ ഈ 750 Newton നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അത് 750 Newton ആണ്. പിന്നെ ഈ ഡിസ്റ്റൻസ് നമുക്കറിയത്തില്ല, നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് എക്സ് എന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എക്സ്. ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഇനി നമുക്ക് എന്താണ് മാർക്ക് ചെയ്യാനുള്ളത്? ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ ഈ പോയിന്റിലുമാണല്ലേ നമ്മുടെ ലാഡറിന് കോണ്ടാക്റ്റ് ഉള്ളതല്ലേ. അപ്പോൾ അവിടെ എന്തായാലും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കാണും. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മുടെ ഈ ലാഡർ ഒന്ന് സ്ലിപ്പ് ആകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഇതിൻ്റെ ഈ ടോപ്പ് എൻഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും അല്ലേ. പിന്നെ ബോട്ടം എൻഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ വരും? ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മേളോട്ടായിരിക്കും വരുന്നത് അല്ലേ. കാര്യം എന്താ? ഈ ടോപ്പ് എൻഡ് താഴോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലേക്കായിരിക്കും. പിന്നെ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ വരും? ഈ ബോട്ടം എൻഡ് ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രത്തിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടുത്തെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഫ്രിക്ഷണൽ ഫോഴ്സ് F = μ × Rn എന്നാണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് മ്യൂ ഇൻറ്റു പിന്നെ ഇവിടുത്തെ റിയാക്ഷൻ്റെ പേരെന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? RW ആണ് അല്ലേ? അത് നമ്മൾ കൊടുത്തു. പിന്നെ ഇവിടുത്തെ റിയാക്ഷൻ നമുക്ക് ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? F = μ × RF എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരച്ചു. ഇനി അടുത്ത് എന്താണ്? ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഇക്വേഷൻ? σH = 0, σV = 0, അതുപോലെ തന്നെ σM = 0. ഇനി നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. σH = 0. ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആണ്. ഇവിടെ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഉള്ളത്? നോക്കിക്കേ, ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു റിയാക്ഷൻ ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു സൈൻ കൺവെൻഷൻ? ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവും ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവുമായിരിക്കും. ഇവിടെ ഈ ഫോഴ്സ് റൈറ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? μ × RF പിന്നെ -RW ലെഫ്റ്റിലേക്കാണ് അല്ലേ? = 0. RWനെ എങ്ങനെ എഴുതാൻ പറ്റും? RW = μ × RF എന്ന് എഴുതാം അല്ലേ? പിന്നെ RW = മ്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ? 0.2 ആണ്. 0.2 × RF എന്ന് കിട്ടും. ഇതിൽ നമുക്ക് RFനെ എങ്ങനെ എഴുതാം? RW / 0.2 എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് RFൻ്റെ വാല്യൂ നമുക്ക് RF = 5 × RW എന്ന് കിട്ടും. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. σV = 0. അതായത് വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആണ്. പിന്നെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ പോസിറ്റീവും ഡൗൺവേർഡ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും. ഇവിടെ ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സസ്? ഈ ഫോഴ്സ് ഉണ്ട്, ഈ ഫോഴ്സ് ഉണ്ട്, ഈ ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ? ഇവിടെ RF എന്ന് പറയുന്നത് അപ്വേർഡ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? +RF പിന്നെ -750 -300 പ്ലസ് μ × RW = 0 എന്ന് എഴുതാം അല്ലേ? ഇവിടെ നമുക്ക് RFൻ്റെ പകരം നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? 5 × RW എന്ന് എഴുതാം അല്ലേ? അപ്പോൾ RFൻ്റെ പകരം 5 × RW എഴുതി. പിന്നെ -750 -300 പ്ലസ് മ്യൂവിന് പകരം നമുക്ക് 0.2 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കാം. 0.2 RW = 0 എന്ന് കിട്ടും. 5 RWയും 0.2 RWയും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 5.2 RW പിന്നെ ഇതിനെ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക = 1050 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് RWൻ്റെ വാല്യൂ കിട്ടും അല്ലേ? RW = 1050 / 5.2 എന്ന് കിട്ടും. അതായത് RWൻ്റെ വാല്യൂ 201.92 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ ഈ RWൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 201.92 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. σM = 0. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഈ x എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ തേർഡ് ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. σM = 0. അതായത് മൊമെൻറ്റിൻ്റെ സമ്മ് 0 ആണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ മൊമെൻ്റ് എടുക്കാം. ഒന്നുകിൽ ഈ പോയിന്റിൽ മൊമെൻ്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ പോയിന്റിൽ മൊമെൻ്റ് എടുക്കാം. ഈ പോയിന്റിന് A എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ പോയിന്റിന് B എന്ന് മാർക്ക് ചെയ്യുകയാണ്. നമുക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ മൊമെൻ്റ് എടുക്കാം, A എന്ന് പറയുന്ന പോയിന്റ് മൊമെൻ്റ് എടുക്കാം. അതുകൊണ്ട് σM = 0. ഇനി മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. പിന്നെ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും. അപ്പോൾ ഈ ഒരു പോയിന്റിന് എബൌട്ടായിട്ടാണ് നമുക്ക് മൊമെൻ്റ് എടുക്കേണ്ടത്. RF കാരണം ഈ പോയിന്റിൽ മൊമെൻ്റ് ഉണ്ടോ? ഇല്ല അല്ലേ? കാര്യം RFൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നത് ഈ പോയിന്റിൽ കൂടി തന്നെയാണ്. അതുകൊണ്ട് RF കാരണം അവിടെ മൊമെൻ്റ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടല്ലേ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഇവിടെ മൊമെൻ്റ് ഉണ്ടാകുമോ? ഇല്ല. കാര്യം അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്ത് പോകുന്നത് അതേ പോയിന്റിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് ഈ രണ്ട് ഫോഴ്സിനും ഈ ഒരു പോയിന്റിൽ മൊമെൻ്റ് ഇല്ല. ഇനി ബാക്കി ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു പോയിന്റിൻ്റെ എബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ഈ ഫോഴ്സിനെ എടുക്കാം. 750 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സിനെ എടുക്കാം. ഈ 750 ന്യൂട്ടൺ ഫോഴ്സ് കാരണം ഇവിടെ മൊമെൻ്റ് ഉണ്ടാകും അല്ലേ? ആ മൊമെൻ്റ് എന്ത് ടൈപ്പ് മൊമെൻ്റ് ആയിരിക്കും? അത് ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അല്ലേ? കാര്യം എന്താണ്? ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്.
ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? +750 ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ വരും? ഇവിടെ ഈ 750 ന്യൂട്ടൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ ഞാൻ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഫോഴ്സും ഈ ഒരു പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ. ഈ ഒരു ലൈനും പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നോക്കിയാൽ നമുക്ക് 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ടല്ലേ. അപ്പം ഇത് 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇത് നമുക്ക് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 750 ന്യൂട്ടൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്ക് 300 ന്യൂട്ടൺ എടുത്താലും അതിനൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടല്ലേ. 300 ന്യൂട്ടൺ ഈ ഒരു പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇങ്ങനെയായിരിക്കും 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇതായിരിക്കും 300 ന്യൂട്ടൺ ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വന്ന് ഇതായിരിക്കും. ഇനി നോക്കി ബി എന്ന് പറയുന്ന ഈ പോയിന്റിൽ F = μ × RW എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ RW എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫോഴ്സിനെ എടുക്കാം. μ × RW എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഫോഴ്സ് കാരണം ഇവിടെ ഉണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ താഴോട്ടൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ഇതാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി അടുത്തത് ഒരു ഫോഴ്സുണ്ട് RW കാരണം ഈ പോയിന്റിൽ ഉണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതായിരിക്കും? ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. എങ്ങനെയാണ്? RWൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ RWയും ഈ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഓരോ ഫോഴ്സിനും ഓരോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടല്ലേ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ആംഗിൾ ഞാനിവിടെ തീറ്റ എന്ന് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസിനെ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് വേർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അതുകൊണ്ട് ഞാൻ എഴുതി ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് സൈൻ തീറ്റ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? സൈൻ തീറ്റ സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. ഇവിടെ നോക്കി ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? വേർട്ടിക്കൽ ഡിസ്റ്റൻസ്. നമ്മുടെ ഈ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സൈൻ തീറ്റ = വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതാം. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് വേർട്ടിക്കൽ ഡിസ്റ്റൻസിൽ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? വേർട്ടിക്കൽ = ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം അല്ലേ. ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനിയും ഇതേ ട്രയാങ്കിളിൽ നമുക്ക് കോസ് തീറ്റ എഴുതാമല്ലോ. എങ്ങനെയാണ്? കോസ് തീറ്റ = അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. ഇവിടെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതിൽ നിന്ന് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? ഹൊറിസോണ്ടൽ = ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ ആണ് അല്ലേ. ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നോക്കിക്കേ, നമുക്ക് ഓരോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കണ്ടുപിടിക്കാമല്ലോ ഈ ഒരു ട്രയാങ്കിളിൽ നിന്നും. എങ്ങനെയാണ്? ഞാൻ ഈ ട്രയാങ്കിളിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണേ. ഇതിൽ ഈ ആംഗിൾ നമുക്കറിയാം 60 ആണെന്നറിയാം അല്ലേ. പിന്നെ നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഒരു ട്രയാങ്കിൾ ഈ 750 കാരണം ഉണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതൊരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ ആണ് അല്ലേ. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് = ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? X ആണ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? X × cos 60 എന്ന് എഴുതാം. തീറ്റയ്ക്ക് പകരം നമുക്ക് 60 എന്ന് എഴുതാം. ഇനി നോക്കി അടുത്ത 300 ന്യൂട്ടൺ നോക്കാം. ഈ 300 ന്യൂട്ടൺ കാരണം ഇവിടെ ഉണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണെന്നാണല്ലേ പറഞ്ഞല്ലേ. അപ്പം ആ ഒരു ട്രയാങ്കിളെ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. നോക്കി ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് ആണല്ലേ നമുക്ക് വേണ്ടുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞത്? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് = ഈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? ഇതാണ് അല്ലേ. ഇതെന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്
ഇത് 3 മീറ്ററും ഇത് 3 മീറ്ററുമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 3 മീറ്ററാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 × cos 60 എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എഴുതാമല്ലോ. ഇതാണല്ലേ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ഏതാണ്? ഈ വലിയ ട്രയാങ്കിളാണ്. നമുക്ക് വേണ്ടുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഹൊറിസോണ്ടൽ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ ആണ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? ഈ ടോട്ടൽ എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 × cos 60 എന്ന് എഴുതാം. ഇനി നോക്കിയാൽ അടുത്തത് RW ആണ്. RW കാരണമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് എന്നെ എഴുതാം? വേർട്ടിക്കൽ ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു സൈൻ തീറ്റ ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ 6 × sin 60 എന്ന് എഴുതാം. ഇപ്പോൾ എക്സാമിന് ഇങ്ങനെ ഓരോ ട്രയാങ്കിളും എടുത്ത് ഇങ്ങനെ ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം പോകും അല്ലേ. ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചിരിക്കുക. പിന്നെ നമുക്ക് ഈ മൊമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ മൊമെൻ്റ് എടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മൊമെൻ്റ് എടുക്കാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് എന്താണ്? 750 ന്യൂട്ടൺ കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് വേണം. അതിൻ്റെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതായത് 750 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് വേണം അല്ലേ. ആ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ ആണ്. അതായത് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഈ ഒരു ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് x ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം? x × cos 60 എന്ന് എഴുതാം. ഇനിയും അത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അല്ലേ. ഇതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതിൻ്റെ മൊമെൻറ്റ് ഉണ്ടാക്കുന്നത്. അടുത്ത ഫോഴ്സ് ഏതാണ്? 300 ന്യൂട്ടൺ. അപ്പോൾ 300 ന്യൂട്ടൺ കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എങ്ങനെയാണ്? അതും ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ഇടുക. പിന്നെ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? 300 ആണ്. അപ്പോൾ 300 ഇൻറ്റു ഇനി അടുത്തത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നോക്കിക്കേ. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമുക്ക് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ എങ്ങനെയാണ്? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു cos 60. അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 × cos 60 എന്ന് എഴുതാം. ഇനി അടുത്ത ഫോഴ്സ് ഏതാണ്? mu × RW. mu × RW ഇവിടെ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് എന്ത് മൊമെൻ്റ് ആണ് നോക്കിക്കേ. അതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് മൈനസ് mu × RW. mu എന്ന് പറയുന്നത് നമുക്ക് 0.2 ആണെന്നറിയാം അല്ലേ. അപ്പം 0.2 × RW നമുക്കറിയാം 201.92 ആണ്. 201.92 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഫോഴ്സാണ് ഇപ്പോൾ എഴുതിയത്. ഇനി വേണ്ടത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് അല്ലേ. ഈ ഒരു ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. ഈ ഡിസ്റ്റൻസ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. അതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ. അതായത് ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻറ്റു കോസ് തീറ്റ. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാഡറിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലാഡറിൻ്റെ ലെങ്ത് 6 ആണ്. 6 × cos 60. ഇനി അടുത്ത ഒരു ഫോഴ്സും കൂടെ ഉണ്ട്. ഏതാണ്? RW അല്ലേ. RW കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്ത് മൊമെൻ്റ് ആയിരിക്കും? അതും ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. നോക്കിക്കേ. RW കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അതുകൊണ്ട് മൈനസ് RW ഇൻറ്റു ഇനി എന്ത് വേണം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം അല്ലേ. RW കാരണമുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണെന്നാണ് പറഞ്ഞു തന്നത്? ഇതാണല്ലേ. കാര്യം RWൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. പിന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഇവിടെ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അതെന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഈ ലാഡറിൻ്റെ ലെങ്ത് ആണ്. അതായത് 6 × സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് 60 ആണ്. ഇസ് ഈക്വൽ ടു 0. എല്ലാ ഫോഴ്സിൻ്റെയും മൊമെൻറ്റ് നമ്മൾ ഇവിടെ എടുത്തു. ഇനി ആകെ കൂടി ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് എക്സ് മാത്രമാണ്. അപ്പോൾ ഇതിന് എക്സിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 1.92 മീറ്റർ എന്ന് കിട്ടും. അതായത് ഈ എക്സിൻ്റെ വാല്യൂ 1.92 മീറ്റർ ആണ്. അതായത് ഈ മനുഷ്യൻ 750 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഈ മനുഷ്യൻ ഈ ഒരു പോയിന്റിൽ നിന്നും 1.92 മീറ്റർ ഡിസ്റ്റൻസ് എത്തുമ്പോഴാണ് നമ്മുടെ ലാഡർ സ്ലിപ്പ് ആവുന്നത്.
അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ഫസ്റ്റ് നമ്മുടെ ലാഡറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ലാഡറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്തു. സിഗ്മ h = 0, സിഗ്മ v = 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ മൊമെൻ്റ് എടുത്തു. സിഗ്മ ma = 0. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകൾ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ എടുത്തു. അതിനുശേഷം ആ ട്രയാങ്കിളിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ആ ട്രയാങ്കിളിൻ്റെ വേർട്ടിക്കൽ ഡിസ്റ്റൻസും നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ ബേസ് ചെയ്ത് എല്ലാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും നമ്മൾ ഇവിടെ എഴുതി. പിന്നെ ഇത് കാണാൻ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ട്രയാങ്കിൾ എടുക്കുക, ആ ട്രയാങ്കിളിൻ്റെ വേർട്ടിക്കലും ആ ട്രയാങ്കിളിൻ്റെ ഹൊറിസോണ്ടലും എടുത്ത് എഴുതിയാൽ മതി. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളാണ് നമ്മൾ തീറ്റ എന്ന് എടുത്തത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. ഈ ആംഗിൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ വേറെ ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. ഈ ഒരു ആംഗിളാണ് നമ്മളിവിടെ എടുത്തത്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്